ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ലോഗ്. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എനിക്ക് വൈകുന്നേരം അത്യാവശ്യം നല്ലോണം സമയം കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറത്താണെങ്കിൽ നല്ല മഴയും കാറ്റും നല്ല അന്തരീക്ഷം. അപ്പോൾ ഞാൻ ചായയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൽ കയറി. ഇതെന്നുള്ള പതിവൊന്നുമല്ല, അങ്ങനെ ഒന്നും കുക്ക് ചെയ്യാറുമില്ല ഞാൻ. ചില ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ കുക്ക് ചെയ്യാൻ കയറാറുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം ഗ്രീൻ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചാണ് മില്ലറ്റ് നൂഡിൽസാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്ലോക്ക് മാത്രം വാങ്ങിച്ചിട്ട് വന്നു. സാധാരണ യിപ്പി മാഗിയൊക്കെ ഉണ്ടാക്കണ പോലെ ആ സെയിം വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കണോ അതോ നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ വെള്ളം കളയണോ എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു പാസ്തയൊക്കെ ഉണ്ടാക്കണ പോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളം കളയാമെന്ന് വിചാരിച്ചു. പിന്നെ നൂഡിൽസിലിടാൻ പറ്റിയ വെജിറ്റബിൾസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സവാള, തക്കാളി, പിന്നെ കുറച്ച് ഗാർലിക്കൊക്കെ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ സാധാരണ നൂഡിൽസിലും പാസ്തയിലൊന്നും ഇങ്ങനത്തെ മസാല ഇടാറില്ല. കാരണം ഇവിടെ കൂടുതൽ ഞാൻ വൈറ്റ് സോസ് പാസ്ത തന്നെയാണ് ഉണ്ടാക്കാറ്. വേറെയൊക്കെ ഉണ്ടാക്കിയാലും മിക്കവാറും ഫ്ലോപ്പ് ആവാറുണ്ട്, ആർക്കും വലിയ ഇഷ്ടമാവാറില്ല. എന്നാലും ഇന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത്. അപ്പോൾ ഈ മില്ലറ്റ് നൂഡിൽസിൻ്റെ റെസിപ്പി ടേസ്റ്റൊക്കെ നല്ലതാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. മസാലയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എനിക്ക് അതിനകത്ത് ഒന്നുമില്ലാത്ത പോലെ തോന്നി. അതായത് നൂഡിൽസിലിട്ടാലൊന്നും കാണാനില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മുട്ടയും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്ത് വെച്ചിരുന്ന നൂഡിൽസിൻ്റെ കാര്യം മറന്നുപോയി. അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ കുക്കായി, അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റിപ്പോയി. പിന്നെ ഞാൻ ഈ മസാലയിലേക്ക് കോരിയിട്ടപ്പോഴത്തേക്കും ആകെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോയി. അത് ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മച്ചി അപ്പുറത്ത് ചായക്കുള്ള വെള്ളവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ചായയും നൂഡിൽസൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇത് പോയി കഴിക്കാം. ഇപ്പോൾ വൈകുന്നേരമൊക്കെ കുറേ സമയം ഫ്രീ കിട്ടണോണ്ട് ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൈപ്പ് ക്ലീനേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരീക്ഷണ വസ്തുക്കളാണ് നിങ്ങൾ ആ സൈഡിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു വൈകുന്നേരം എന്ന് പറയണത്. അപ്പോൾ ടാറ്റാ.